അഹിംസയാണ് എൻ്റെ ധർമ്മത്തിൻ്റെ പ്രഥമ തത്വം. 1922 മാർച്ച് 23 അഹമ്മദാബാദ് കോടതിയിൽ ചെയ്ത പ്രസ്താവന. എന്നെക്കുറിച്ച് വിദ്യാസമ്പന്നനായ അഡ്വക്കേറ്റ് ജനറൽ നടത്തിയ പരാമർശങ്ങൾ തികച്ചും വാസ്തവമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നടത്തിയ പ്രസ്താവങ്ങളെല്ലാം സത്യസന്ധമായതിനാൽ തന്നെ എന്നോട് നീതി പുലർത്തുന്നതുമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളോട് എനിക്കുള്ള താൽപ്പര്യരാഹിത്യം വിളംബരം ചെയ്യുന്നതിൽ ഞാൻ അതീവ തൽപരനാണെന്നുള്ളത് ഈ കോടതിയിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ താൽപ്പര്യരാഹിത്യത്തിൻ്റെ വിളംബരപ്പെടുത്തൽ യങ് ഇന്ത്യയിൽ നിന്നല്ല, അതിനും ഏറെ മുമ്പേ ആരംഭിച്ചതാണെന്ന വിദ്യാസമ്പന്നനായ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പ്രസ്താവം ഏറെ ശരിയുമാണ്. ഉത്തരവാദിത്വമുള്ളവനും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവനും ലോകപരിചയമുള്ളവനുമായ ഒരാൾ എന്ന നിലയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാകണമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും ശരിയാണ്. ഞാൻ തീ കൊണ്ട് കളിക്കുകയായിരുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അപകടത്തിലേക്ക് എടുത്തു ചാടി. ഞാൻ സ്വതന്ത്രനായിരുന്നുവെങ്കിൽ ഇനിയും ഞാൻ അതുതന്നെയാണ് ചെയ്യുക. എനിക്കിവിടെ പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലെങ്കിൽ കർത്തവ്യ നിർവഹണങ്ങളിൽ ഞാൻ പരാജിതനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അക്രമം ഒഴിവാക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അക്രമം ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അഹിംസയാണ് എൻ്റെ ധർമ്മത്തിൻ്റെ പ്രഥമ തത്വം. അതിൻ്റെ അവസാന വിശ്വാസ പ്രമാണം കൂടിയാണ്. എനിക്ക് എൻ്റെ വിശ്വാസം സംരക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ രാജ്യത്തോട് പൊറുക്കാനാവാത്ത അപരാധം ചെയ്തെന്ന് ഞാൻ കണക്കാക്കുന്ന ഘടനയുമായി ഞാൻ ഒത്തുപോവുകയാണോ, അതോ എൻ്റെ ജനങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഉന്മാദാവസ്ഥയുടെ ആപത്തിന് ഞാൻ ഇടവരുത്തുകയാണോ എന്ന് എൻ്റെ നാവിൽ നിന്നും സത്യം വെളിപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കും. എൻ്റെ ജനങ്ങൾ ചിലപ്പോഴെല്ലാം ഭ്രാന്തരാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിലെനിക്ക് അതിയായ ഖേദമുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പിഴയ്ക്കല്ല, വലിയ പിഴയ്ക്ക് തന്നെ ഞാൻ തയ്യാറാണ്. ഞാൻ ദയയാചിക്കുന്നില്ല. കുറ്റത്തെ ലഘൂകരിക്കാനുള്ള ന്യായവാദങ്ങളൊന്നും തന്നെ ഞാൻ നിരത്തുന്നില്ല. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ മേൽ ചുമത്തപ്പെട്ട സുവ്യക്തമായ കുറ്റവും എൻ്റെ ദൃഷ്ടിയിൽ ഒരു പൗരൻ്റെ പരമമായ കടമയും അതിനാൽ ഞാൻ ഏറ്റവും വലിയ പിഴ നൽകാൻ സന്തോഷപൂർവ്വം തയ്യാറാണ്. ജഡ്ജിയുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന മാർഗം ഇതാണ്: ഒന്നുകിൽ താങ്കളുടെ പദവിയിൽ നിന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ പരമാവധി പിഴ എൻ്റെ മേൽ ചുമത്തുക. താങ്കളെ നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ വ്യവസ്ഥയും നിയമവും ജനങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അത്തരമൊരു വർത്തമാനമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ പ്രസ്താവന പൂർത്തീകരിക്കുമ്പോൾ ഈ ഉന്മത്തമായ ആപത്തിലേക്ക് എടുത്തുചാടാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഉൾക്കടയിച്ച ഒരു വിവേകിയുടെ എടുത്തുചാട്ടമാണെന്ന് താങ്കൾക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ടേക്കും. ജനങ്ങളിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊള്ള ചെയ്യാനായി രൂപം കൊടുത്ത റൗലത്ത് ആക്ടിൻ്റെ രൂപത്തിലാണ് ആദ്യ ആഘാതം എത്തിയത്. അതിനെതിരെ അടിയന്തരമായ ഒരു പ്രഭാഷണം നയിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ നിന്ന് തുടങ്ങി പഞ്ചാബിലെ ഭീകരതകളിലേക്കും അതിൽ നിന്ന് പേടിപ്പെടുത്തുന്ന വിജ്ഞാപനങ്ങളിലേക്കും പൊതുജന മർദ്ദനങ്ങളിലേക്കും വിവരണാതീതമായ അപമാനങ്ങളിലേക്കുമാണ് പിന്നീട് ചെന്നെത്തിയത്. പഞ്ചാബിലെ കുറ്റകൃത്യങ്ങൾ വെള്ളപൂശപ്പെടുകയും കുറ്റവാളികളിൽ മിക്കപേരും ശിക്ഷിക്കപ്പെടാതെ ഉദ്യോഗത്തിൽ തുടരുകയും ചെയ്തു. ഇന്ത്യൻ നികുതിപ്പണത്തിൽ നിന്ന് പെൻഷൻ ലഭിക്കാൻ ചിലരെ അതിയോഗ്യരാക്കിയപ്പോൾ പാരിതോഷികങ്ങളിലാണ് ചിലർ സമ്മാനിതരായത്. ബ്രിട്ടീഷ് ബന്ധത്തിലൂടെ ഇന്ത്യ മുമ്പെങ്ങുമില്ലാത്ത വിധം രാഷ്ട്രീയവും സാമ്പത്തികവുമായി നിസ്സഹായമാവുകയാണ് ചെയ്തത് എന്ന നിഗമനത്തിലേക്കാണ് ഞാൻ മനസ്സോടെ എത്തിയിട്ടുള്ളത്. പറഞ്ഞതിനെ ചെറുക്കാനുള്ള ചെറുശേഷി പോലും അവൾക്ക് നഷ്ടപ്പെട്ടു. കാർഷിക വിഭവങ്ങളുടെ കുറവ് പരിഹരിക്കാനായി അവളുടെ ലക്ഷക്കണക്കിന് ഗ്രാമീണ ഭവനങ്ങളിൽ നൂൽനൂൽപ്പും നെയ്ത്തുമുണ്ടായിരുന്നു. ഹൃദയശൂന്യവും ഹീനവുമായ മാർഗങ്ങളിലൂടെയെന്ന് ഇംഗ്ലീഷുകാരായ സാക്ഷികൾ പോലും വിവരിക്കുന്ന ചെയ്തികളിലൂടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് ആധാരമായ ഈ ഗ്രാമ വ്യവസായങ്ങൾ തകർക്കപ്പെട്ടു. ഏറെ പണിയൊന്നും ചെയ്യാത്ത നഗരവാസികൾക്കറിയാം എങ്ങനെയാണ് അർദ്ധപട്ടിണിക്കാരായ ഇന്ത്യൻ ജനത ജീവിതമില്ലാത്ത അവസ്ഥയിലേക്ക് മുങ്ങിത്താഴുന്നതെന്ന്. ചരിത്രത്തിൽ ഇതേവരെ സാമ്യങ്ങളില്ലാത്ത മാനുഷികതയ്ക്ക് നേരെയുള്ള ഈ കുറ്റകൃത്യങ്ങൾക്ക് മുകളിൽ ദൈവമെന്നൊരാൾ ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടുകാരും നഗരവാസികളും ഉത്തരം പറയേണ്ടി വരുമെന്ന് എനിക്കുറപ്പാണ്. വൈദേശിക ചൂഷകനെ സേവിക്കാൻ ഈ രാജ്യത്തെ നിയമങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്.
ഞാൻ വിവരിക്കാൻ ശ്രമിച്ച കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാണ് ഈ രാജ്യത്തെ ഇംഗ്ലണ്ടുകാരും അവരുടെ ഭരണ ചുമതലകൾ വഹിക്കുന്ന ഇന്ത്യൻ കൂട്ടാളികളുമെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരം. ഇംഗ്ലീഷുകാരും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായ ഏറെ പേരും പതിയെങ്കിലും സുസ്ഥിരമായൊരു ഇന്ത്യയുടെ നിർമ്മാണത്തിനു വേണ്ടി ലോകോത്തരമായ ഒരു വ്യവസ്ഥയുടെ നടത്തിപ്പാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നുണ്ടെന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. അസ്വാഭാവികമായ ഒരു ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗം ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും കാണിച്ചു കൊടുക്കുകയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ. എനിക്ക് വിശ്വാസമുണ്ട്, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ മേൽ ചുമത്തപ്പെട്ട സുവ്യക്തമായ കുറ്റവും എൻ്റെ ദൃഷ്ടിയിൽ ഒരു പൗരൻ്റെ കടമയുമായതിന് ഏറ്റവും കനത്ത പിഴ നൽകാൻ ഞാൻ സന്തോഷപൂർവ്വം തയ്യാറാണ്. അതിനാൽ വിധികർത്താവായ അങ്ങേക്ക് മുന്നിൽ തുറന്നു കിടപ്പുള്ള മാർഗം ഇതാണ്. താങ്കൾക്ക് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട നിയമം നിന്ദ്യമാണെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്നും താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ താങ്കളുടെ പദവിയിൽ നിന്നും രാജിവെക്കുക. അങ്ങനെ അതുമായി നിസ്സഹകരിക്കുക. നിങ്ങളെ ചുമതലയേൽപ്പിച്ച വ്യവസ്ഥയും നിയമവും ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കുള്ളതാണെന്നും അതിനാൽ എൻ്റെ പ്രവൃത്തികൾ പൊതു താൽപ്പര്യങ്ങൾക്ക് ഹാനികരമാണെന്നും താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ മേൽ കടുത്ത ശിക്ഷ ചുമത്തുക.